ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് ബൈ അജിസ ഫെബിൻഷ. അപ്പോൾ പരീക്ഷയിൽ ഉന്നത വിജയം, ഉയർന്ന മാർക്ക് എങ്ങനെ നേടാം എന്നായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ ഒരു 14ഓളം പോയിൻറ്റുകൾ നമ്മൾ 4 വീഡിയോസായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു സെഷനിലെ അവസാനത്തെ പാർട്ടാണ് കേട്ടോ, നമ്മളിപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ 6 പോയിൻറ്റ്സ് ആയിരിക്കും കവർ ചെയ്യുക. അങ്ങനെ മൊത്തം 20 ഇമ്പോർട്ടൻറ്റ് ടിപ്സാണ് നമ്മൾ മൊത്തത്തിൽ ഈ ഒരു പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ 1 മുതൽ 14 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിൻറ്റുകൾ മാത്രം ഒന്ന് പറയാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റുകളും നമ്മളുടെ പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഒന്നാമത്തെ പോയിൻ്റ് എന്തായിരുന്നു? ഒരു തയ്യാറെടുപ്പ് സ്കെഡ്യൂൾ ഉപയോഗിച്ച് ആരംഭിക്കുക. ശരിയായ സമയ മാനേജ്മെൻറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്തുക, അതിൽ വർക്കൗട്ട് ചെയ്യാം. നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തമാണെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ പഠനക്കുറിപ്പുകൾ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കുക. മറ്റൊരാൾക്ക് പാഠഭാഗങ്ങളെ വിശദീകരിച്ചു കൊടുക്കുക. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശീലിക്കുക. മോക്ക് ടെസ്റ്റുകൾ നടത്തുക. സ്കോറിംഗ് വിഭാഗങ്ങൾ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അത് പഠിക്കുക. റിവിഷൻ ചെയ്യുക. ശരിയായ പഠന ഇടം ഉണ്ടായിരിക്കുക. നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ട് തുടരുക. അമിത ആത്മവിശ്വാസം ഉണ്ടാകാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ഇടവേള എടുക്കുക. ഇത്രയും പോയിൻറ്റുകളായിരുന്നു നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ 15ാമത്തെ പോയിൻ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് 15th ടിപ്പ്? ദാറ്റ് ഈസ് ഇടവേളകൾക്കും വിശ്രമത്തിനും സമയം സൂക്ഷിക്കുക. അതായത് തുടർച്ചയായ ഒരു ശൃംഖലയിൽ നിങ്ങളിങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മടുപ്പ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു തൃപ്തികരമായിട്ടുള്ള ഔട്ട്പുട്ടിനെ ബാധിക്കും. അപ്പോൾ സിലബസ് കവർ ചെയ്യണം എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും കൃത്യമായ സമയങ്ങളിൽ നിങ്ങൾ വേണ്ട രീതികളിലുള്ള ഇടവേളകൾ എടുത്തേ മതിയാവും. ഓക്കെ, അങ്ങനെ ഇടവേളകൾ എടുത്ത് ഒരു ഇൻ്റർവെൽ, ഒരു ബ്രേക്കൊക്കെ എടുത്ത് ആവശ്യത്തിനുള്ള വിശ്രമവും കറക്റ്റ് സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള എൻ്റർടൈൻമെൻ്റ് ഒക്കെ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണം. അപ്പോൾ കറക്റ്റ് സമയത്ത് ബ്രേക്കുകൾ എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു ഓവറോൾ പ്രൊഡക്ടിവിറ്റിയെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നല്ല കാര്യം, എല്ലാ കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഉന്മേഷത്തിൻ്റെ ആവശ്യകതകൾ അവഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം സമ്മർദ്ദം ചെലുത്താനാകും. സോ പഠന ഭാഗങ്ങളിൽ ഇടവേളകൾ ഉൾപ്പെടുത്താനും വിശ്രമത്തിനായി കുറച്ച് സമയം കണ്ടെത്താനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ പഠന സമയത്ത് നിങ്ങൾ ഒരു 15 മിനിറ്റിൽ 10 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അതിലൊരു 5 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, റെസ്റ്റ് എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴേ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ ഒന്നുകൂടെ ഫ്രഷ് ആക്കാനും പഠിച്ച കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യാനൊക്കെയുള്ള ഒരു ടൈം കിട്ടുകയുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പം കൃത്യമായി ഇടവേളകൾ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ 15ാമത്തെ പോയിന്റ്. ഇടവേളകൾ മാത്രമായി പോകരുത് കേട്ടോ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സെൽഫായിട്ടൊരു കൺട്രോൾ കൊണ്ടുവരിക. ക്ലിയർ അല്ലേ? അതിന് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. റെഡി? ഇനി നമുക്ക് 16ാമത്തെ പോയിന്റിലേക്ക് കടക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ ഭക്ഷണക്രമം പാലിക്കുക എന്നുള്ളതാണ്. സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുള്ള വലിയൊരു മിസ്റ്റേക്കാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക. അതും ആരോഗ്യകരമായിട്ടുള്ള ഫുഡ്, പോഷകങ്ങൾ നിറഞ്ഞിട്ടുള്ള ഫുഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് രാവിലെയുള്ള ഫുഡൊക്കെ നിങ്ങൾ മിസ് ചെയ്യുന്നത് ഒത്തിരി തവണ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകും എന്ന് പറയുന്നത് അല്ലേ? അപ്പം നല്ലൊരു ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് പ്രോസസ്സ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. സോ നല്ല ആരോഗ്യം നിലനിർത്തുന്നതിന് നിങ്ങളൊരു പ്രധാനമായിട്ട് ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യമാണ് എന്ത്? നിങ്ങളുടെ ഭക്ഷണക്രമം പാലിക്കേണ്ടത്. സമീകൃതമായിട്ട് നല്ല രീതിയിലുള്ള പോഷകാഹാരങ്ങൾ നിങ്ങൾ കഴിക്കണം. അതായത് പഴങ്ങൾ, പച്ചക്കറികൾ, പ്രോട്ടീൻ, ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. സോ ആരോഗ്യകരമായ കൊഴുപ്പുകൾ കഴിക്കുന്നതും പ്രധാനമാണ്. കൂടാതെ നിങ്ങളുടെ ശരീരത്തിന് ജലാംശം അനുഭവപ്പെടാൻ ആവശ്യത്തിന്
വെള്ളവും കുടിക്കണം. ഓക്കെ, അതിനാൽ ഒരു ദിവസം ആവശ്യത്തിന് ഉള്ള ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിച്ചിരിക്കണം. ഇതൊക്കെ നിങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ കേട്ടിട്ടുള്ള കാര്യമാണ്. ആവശ്യത്തിന് 8 ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളതും, ശരിയായ രീതിയിൽ നിങ്ങൾ ആ ഫുഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നേരത്തെ ആഹാരം പോലും നിങ്ങൾ മിസ് ചെയ്യരുത്. ക്ലിയർ അല്ലേ? നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കൊടുത്തേ മതിയാവുള്ളൂ. അപ്പം അത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ 16ാമത്തെ പോയിന്റ്, ശരിയായ ഭക്ഷണക്രമം പാലിക്കുക. ഇനി 17ാമത്തെ പോയിന്റിലേക്ക് കടക്കാം. അത് നിങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അതായത് ശരിയായ ഉറക്കം നേടുക. നമ്മളെ ഉറക്കമാണല്ലോ നമ്മുടെ മെയിൻ. അതായത് രാവിലെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഗുരുത്വാകർഷണത്തിൻ്റെ ഒരു 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 ആരംഭമാണല്ലേ. നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ഉറങ്ങുന്ന സ്ഥലം വിട്ട് പുറത്തോട്ട് വരാൻ കുറച്ച് മടിയാണെന്ന് എനിക്കറിയാം. സോ നമുക്ക് ആവശ്യത്തിനുള്ള ഉറക്കം വേണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി ഒട്ടും ഉറക്കമില്ലാത്തവരാണെങ്കിലും നന്നായിട്ട് ശ്രദ്ധിക്കുക. അതായത് പല വിദ്യാർത്ഥികൾക്കും ഒറ്റ രാത്രി എന്താ പറയുക, ആ ഒരു ടൈം വെച്ചിട്ട് പാഠങ്ങളൊക്കെ ഇങ്ങനെ പുനഃപരിശോധിക്കുന്ന ഒരു ശീലമുണ്ട്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ തലേ രാത്രിയൊക്കെ ഇരുന്ന് ഒരു ഉറക്കവും ഇല്ലാതെ ഭക്ഷണവും ഇല്ലാതെ അങ്ങനെ ഇരുന്ന് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവാൻ പോണില്ല. നിങ്ങൾ ആകെ ടയേർഡ് ആവേ ഉണ്ടാവുള്ളൂ. സോ അർപ്പണബോധത്തോടു കൂടിയുള്ള പഠനം പ്രശംസനീയമാണ്, എന്നാൽ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ വിലയല്ല. ഓക്കെ, ആരോഗ്യത്തിന് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഒരു കളി നടക്കില്ല. അപര്യാപ്തമായ ഉറക്കമില്ലായ്മ അതൊക്കെ നിങ്ങളുടെ രക്താതിമർദ്ദത്തെയും തുടങ്ങിയ സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ ക്ഷണിച്ചു വരുത്തും. പിന്നീടുള്ള ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ പ്രതികൂലമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, റെഡി അല്ലേ? അത് പിന്നീടായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ദോഷഫലങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഉറക്കം ആവശ്യത്തിന് ഉണ്ടായിരിക്കണം. ശരിയായ രീതിയിലുള്ള ഒരു ഉറക്കം നിങ്ങൾക്ക് കിട്ടിയേ മതിയാവും. ഓക്കെ, അപ്പോൾ കൂടാതെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്രമരഹിതമായ പഠന സ്കെഡ്യൂൾ നിങ്ങളുടെ തയ്യാറെടുപ്പിനെ ബാധിക്കും എന്നുള്ളത്. കൃത്യമായി ഒരു ടൈം ടേബിൾ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങളുടെ ആ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനം നടക്കേണ്ടത്. പരീക്ഷാ സമയത്ത് നിങ്ങൾക്ക് തലകറക്കം അനുഭവപ്പെടുന്നതിനൊക്കെ ഇത് കാരണമാവും, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കം ഇല്ലെങ്കിൽ. സോ പരീക്ഷാ തന്ത്രത്തിൽ എങ്ങനെ നല്ല മാർക്ക് നേടാം എന്നതിനെ പിന്തുടർന്ന് ഒരു ദിവസം കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ശരിയായ ഒരു ഉറക്ക സ്കെഡ്യൂള് ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ 17ാമത്തെ ടിപ്പ് എന്താണ്? ശരിയായ ഉറക്കം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ഇനി 18ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ തന്നെ സ്വയം ഒന്ന് വെല്ലുവിളിക്കുക. ചലഞ്ച് യുവർ സെൽഫ്. ഓക്കെ, പരീക്ഷാ പ്രക്രിയയിൽ മികച്ച മാർക്ക് നേടുന്നതിനുള്ള മറ്റൊരു പ്രധാന ഘട്ടമാണ് സ്വയം വെല്ലുവിളിക്കുകയും നിങ്ങളുടെ ബലഹീനതകളെ അഭിമുഖീകരിക്കുകയും അത് മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നത്. ഓക്കെ, അപ്പോൾ കെമിക്കൽ സമവാക്യങ്ങളിൽ നിങ്ങൾക്ക് അത്ര ഒരു നല്ല ഒരു നോളജ് നിങ്ങൾക്ക് എന്താ പറയുക നല്ല രീതിയിൽ ഉണ്ടെന്ന് കരുതുക. അത് ഒഴിവാക്കുന്നതിന് പകരം ദുർബലമായ അവസ്ഥയിൽ നിങ്ങൾക്ക് ഇത് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം ഒന്ന് വെല്ലുവിളിക്കുക. നിന്നെ കൊണ്ട് പറ്റുമോ, നീ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കുമെന്ന് പറഞ്ഞ് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ചാലഞ്ച് ചെയ്യുക. ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ, അതായത് ഷോർട്ട് ടേം ഗോൾസ് സൃഷ്ടിക്കുന്നതും നിങ്ങളുടെ സംശയങ്ങളെ നിങ്ങൾ വെല്ലുവിളിക്കുന്നതും നിങ്ങളെ സ്വയം മെച്ചപ്പെടുത്താനും പരീക്ഷകളിൽ വലിയ സ്കോർ നേടാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മളെ തന്നെ എന്ത് ചെയ്യുക, ചാലഞ്ച് ചെയ്യുക. നമ്മൾ വേറെ ആരെയും ചലഞ്ച് ചെയ്യേണ്ട, നമ്മളെ തന്നെ ചാലഞ്ച് ചെയ്യുക. ഇന്നത്തെ നമ്മളേക്കാൾ ഇന്നത്തെ നമ്മൾ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും മികച്ച ആളുകളായിട്ട് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ നിങ്ങളേക്കാൾ വളരെ മികച്ച ഒരാളായിരിക്കണം നാളത്തെ നിങ്ങൾ. ബി ദ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ് എന്ന് പറയുന്നത് പോലെ. ക്ലിയർ അല്ലേ? അപ്പോൾ 18ാമത്തെ പോയിന്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി 19ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. 19ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് നിങ്ങളുടെ ഏക എതിരാളി എന്നുള്ളൊരു മനോഭാവം ഉണ്ടായിരിക്കുക. അതായത് സഹപാഠികളുമായി മത്സരിക്കുക എന്നതാണ് വിദ്യാർത്ഥികൾ ചെയ്യുന്നൊരു പ്രധാന തെറ്റ്. ഇത്തരമൊരു സമീപനം ജീവിതത്തിൽ മുന്നേറാൻ നിങ്ങളെ പരിമിതപ്പെടുത്തുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എതിരാളി നിങ്ങൾ തന്നെയാണെന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങളുടെ കഴിഞ്ഞ പരീക്ഷയിൽ നിങ്ങൾക്ക് 60% മാർക്ക് കിട്ടിയതെങ്കിൽ അതിനേക്കാൾ ഉയർന്നൊരു ശതമാനമായിരിക്കണം നിങ്ങൾക്ക് അടുത്ത എക്സാമിൽ കിട്ടണം. അപ്പം നിങ്ങളോട് തന്നെ മത്സരിക്കുക. ഇനി നമ്മുടെ അവസാനത്തെ പോയിന്റാണ് 20ാമത്തെ പോയിന്റാണ്, 20ാമത്തെ ടിപ്പാണ്.
നിങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും ഏകാഗ്രത കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ യോഗ, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഏകാഗ്രത, ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട്, ഈ 20 ടിപ്സും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു പരീക്ഷയെ വളരെ മനോഹരമായിട്ട് നേരിടാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ. നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് നേടാൻ പറ്റാത്ത ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കാം. നല്ല രീതിയിൽ പരിശ്രമിക്കുക. ജീവിത വിജയം നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സിൻ്റെ പേരിൽ എല്ലാവിധ വിജയ മംഗളാശംസകൾ നേരാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.